എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ടാക്സി വാഹനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗുഡ്സ്, പാസഞ്ചർ, ഹെവി വാഹനങ്ങൾക്ക് ഒക്കെ, അതല്ലെങ്കിൽ മഞ്ഞ ബോർഡുള്ള വാഹനങ്ങൾക്കൊക്കെ ക്ഷേമനിധി അടയ്ക്കേണ്ടതുണ്ട്. ഇതിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷനും എംപ്ലോയി കോൺട്രിബ്യൂഷനുമുണ്ട്. ഇതിന് അംശാദായം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ഓൺലൈനായി അടയ്ക്കാമെന്നാണ് നോക്കുന്നത്. രണ്ടും, എംപ്ലോയർ കോൺട്രിബ്യൂഷനും എംപ്ലോയി കോൺട്രിബ്യൂഷനും ഓൺലൈനായി എങ്ങനെ അടയ്ക്കാമെന്ന് നോക്കുന്നുണ്ട്. വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പ്രോസസ്സിൽ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. മാറ്റം വന്നിട്ട് കുറേ നാളുകളായി. സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ ചെയ്യാതിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ കൂടി ടിപ്സും ടെക്നിക്സും ഒക്കെ ഉൾപ്പെടുത്തിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. വീണ്ടും അടിവരയിട്ട് പറയുവാണ്, ലൈക്ക് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ചെറിയൊരു പ്രോസസ്സാണ്, അതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് സൈറ്റിൽ പ്രവേശിച്ചാൽ മുകളിൽ എംപ്ലോയർ ലോഗിൻ എന്നും എംപ്ലോയി ലോഗിൻ എന്നും രണ്ട് ലിങ്കുകൾ കാണാം. ഇതിലാദ്യം എംപ്ലോയർ ലോഗിനിൽ പ്രസ് ചെയ്ത് മൊബൈൽ നമ്പർ കൊടുത്താണ് നമ്മൾ എംപ്ലോയറുടെ അല്ലെങ്കിൽ ഓണറുടെ ക്ഷേമനിധി അടയ്ക്കേണ്ടുന്നത്. ഓണറുടെ ക്ഷേമനിധി അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് എംപ്ലോയിയുടെ ക്ഷേമനിധി അടയ്ക്കുവാനും അതുപോലെ തന്നെ ടാക്സ്, വാഹനത്തിൻ്റെ ടാക്സ് അടയ്ക്കുവാനും സാധിക്കുകയുള്ളൂ. വാഹനത്തിൻ്റെ ടാക്സ് നമുക്ക് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വാഹനത്തിൻ്റെ ടാക്സ് ഓൺലൈനായിട്ട് പരിവാഹൻ വഴി അടയ്ക്കാൻ സാധിക്കും. അതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ആദ്യം എംപ്ലോയറുടെ, ഓണറുടെ ടാക്സ് അടയ്ക്കാം. അതിനുവേണ്ടി എംപ്ലോയർ ലോഗിനിൽ പ്രസ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ എംപ്ലോയറുടെ, ഓണറുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ലോഗിനിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ ആധാർ നമ്പറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. ഏതൊരു മൊബൈൽ നമ്പർ കൊടുത്താലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ എംപ്ലോയറുടെ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. കാരണം നമുക്ക് പിന്നീട് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിലൊക്കെ അത് ആവശ്യമായിട്ട് വരും. അങ്ങനെ ശരിയായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ കൊടുത്തതിന് ശേഷം ലോഗിനിൽ പ്രസ് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു OTP ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് മൊബൈലിലേക്കല്ല വന്നിരിക്കുന്നത്. അവിടെ മൊബൈലിൻ്റെ സിമ്പലൊക്കെ ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് ആ OTP ഫെച്ച് ചെയ്ത് വന്നിരിക്കുകയാണ്. മൊബൈലിൽ വരേണ്ടുന്ന OTP. ഇനി നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ വാഹനത്തിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. മുകളിൽ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഫൻ ഇട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓണറുടെ, വണ്ടിയുടെ യഥാർത്ഥ രജിസ്ട്രേഷൻ നമ്പർ, അതായത് വണ്ടി നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഇതുവരെ അടയ്ക്കേണ്ടുന്ന എമൗണ്ട് എത്രയാണെന്നും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റും അത് ടോട്ടൽ ചെയ്ത എമൗണ്ടും അതുപോലെ തന്നെ ഫ്രം ടു എന്ന് തൊട്ട് ഏത് മാസം തൊട്ട് ഏത് മാസം വരെ ഉള്ളതാണെന്നും ഓണറുടെ പേരും കാണിക്കും. താഴെയായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ യെസ് ബാങ്ക് എന്ന് കാണിച്ചിട്ടുണ്ട്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒരുക്കുന്നത് യെസ് ബാങ്ക് ആണെന്നേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. യെസ് ബാങ്ക് വഴി മാത്രമേ അടയ്ക്കാൻ കഴിയൂ എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ഏത് ബാങ്കും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. ഇനി നമ്മൾ യെസ് ബാങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. തുടർന്ന് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ കാണിക്കുന്നതാണ്. ഇവിടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, QR കോഡ്, UP പേയ്മെൻറ്റ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. ഇതിൽ കുറച്ചുകൂടി സൗകര്യപ്രദം നെറ്റ് ബാങ്കിങ് ആണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. 2160 രൂപയായിരുന്നു അടയ്ക്കേണ്ടത് ഇരുന്നത്. തുടർന്ന് നമുക്ക് റെസിപ്റ്റ് ഇങ്ങനെ ലഭിക്കുന്നതാണ്. താഴെയായിട്ട് പ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ളൊരു ലിങ്കുണ്ട്. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എംപ്ലോയി കോൺട്രിബ്യൂഷൻ, തൊഴിലാളിയുടെ അംശാദായം എങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, ഓണറുടെ അംശാദായം അടച്ച് 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് തൊഴിലാളിയുടെ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഓർത്തിരിക്കണം. നമ്മൾ സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ എംപ്ലോയി ലോഗിൻ എന്നുള്ളതിൽ പ്രസ് ചെയ്യണം. അതിനുശേഷം എംപ്ലോയിയുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്ക് നേരത്തെ കണ്ടതുപോലെ OTP അവിടെ ഫെച്ച് ചെയ്ത് വരും. തുടർന്ന് സബ്മിറ്റ് കൊടുത്താൽ മാത്രം മതിയാകും. തുടർന്ന് വരുന്ന പേജിൽ നമുക്കവിടെ വർക്കേഴ്സ് കോഡ് എന്ന് കാണാം. എംപ്ലോയി കോഡാണ്. തൊഴിലാളിയുടെ ക്ഷേമനിധി ഓഫീസിൽ നിന്നും ലഭിച്ച പാസ്ബുക്കിൽ അതുണ്ടാകും. KMT എന്നൊക്കെ പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. /ഇട്ട് കുറേ നമ്പറുകൾ കൊടുക്കേണ്ടി വരും. ഇവയെല്ലാം കൊടുക്കണം. അതിനുശേഷം അവിടെ വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്പർ ഓഫ് മന്ത്സ്, എത്ര മാസത്തെ കോൺട്രിബ്യൂഷൻ നമ്മൾ അടയ്ക്കാനുണ്ട് അംശാദായം, ഫ്രം ടു എന്നുവരെ ഉള്ളതാണ്. അതുപോലെ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ നമ്പർ അവിടെ കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വാഹനം മാറി മറ്റൊരു വാഹനത്തിലാണ് ഇനി ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ നമ്പർ
ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ പോയി എഴുതി കൊടുത്തത് മാറേണ്ടി വരും, അത് ഓർത്തിരിക്കുക. പിന്നീട് വെഹിക്കിൾ നമ്പറും അതേപോലെ നെയിം ഓഫ് എംപ്ലോയിയുടെ പേര് അവിടെ കാണിക്കുന്നത്, എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, 120 രൂപയാണ് ഇവിടെ മന്ത്ലി കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. പിന്നെ നേരത്തെ പോലെ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുള്ളിടത്ത് യെസ് ബാങ്ക് കാണിക്കുന്നുണ്ട്, അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതിയാകും. ഇവിടെ എനിക്കിപ്പോൾ ഒരു മാസത്തെ മാത്രമേ അടയ്ക്കാനുള്ളൂ, 120 രൂപ അടയ്ക്കാനുള്ളൂ. 1 രൂപ അങ്ങോട്ട് ഇൻട്രസ്റ്റും വന്നിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് സ്വീകരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്, നേരത്തെ പറഞ്ഞതാണ്. ഞാനിവിടെ QR കോഡ് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. എപ്പോഴും നെറ്റ് ബാങ്കിങ് ഒക്കെയാണ് നല്ലത്. ഞാനിവിടെ ഇത് ശരിക്കുള്ളത് വന്നിട്ടില്ല, എന്നിട്ട് ചെയ്തുകൂടാത്തൊരു കാര്യം ചെയ്താണ് ശരിയാക്കിയത്. റീലോഡ് കൊടുത്ത് ശരിയാക്കിയത് ഇരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് റെസിപ്റ്റ് ലഭിക്കുന്നതും താഴെയായി നേരത്തെ കണ്ടതുപോലെ പ്രിൻറ്റിനുള്ള ഓപ്ഷനുണ്ട്. അതുവഴി നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ റെസിപ്റ്റ് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ ഹോം പേജിൽ വന്നതിന് ശേഷം അവിടെ ട്രാൻസാക്ഷൻസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനത്തിൻ്റെ നമ്പരും നേരത്തെ പേയ്മെൻറ്റ് നടത്തിയപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പരും കൊടുത്ത്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ID കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പേയ്മെൻറ്റ് നടത്തി ഒരു ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തെങ്കിലേ ഇത് കിട്ടുകയുള്ളൂ. അതുപോലെ വാഹനത്തിൻ്റെ നമ്പർ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയപ്പോൾ കൊടുത്തതുപോലെ ഹൈഫൻ ഇട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവ രണ്ടും ശരിയായി കൊടുത്തതിന് ശേഷം ഗെറ്റ് ഡേറ്റയിൽ പ്രസ് ചെയ്താൽ താഴെ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് എംപ്ലോയിയുടെയും എംപ്ലോയറിൻ്റെയും റെസിപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രിൻ്റ് എടുത്ത് ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാവുന്നതാണ്. നേരത്തെ ലഭിച്ച പോലുള്ള റെസിപ്റ്റ് അല്ല ലഭിക്കുന്നത്, കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ എംപ്ലോയർ സ്റ്റാറ്റസ് എൻക്വയറിയിൽ പ്രസ് നേരത്തെ പോലെ തന്നെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ കൊടുത്ത് നമുക്കതിൻ്റെ സ്റ്റാറ്റസ് അറിയുവാൻ സാധിക്കും. ഇവിടെ നോ പെൻഡിങ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റാറ്റസ് എൻക്വയറിയിൽ പ്രസ് ചെയ്ത് വർക്കേഴ്സ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിൻ്റെയും സ്റ്റാറ്റസ് അറിയുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ എംപ്ലോയി ക്ഷേമനിധിയുടെ സ്റ്റാറ്റസ് ഇപ്പോൾ ഓടിക്കുന്ന വാഹനവുമായി ബന്ധപ്പെടുത്തിയാണ് കാണിക്കാറുള്ളത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.